ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ പരീക്ഷണം മുട്ട പപ്സിലാണ് കേട്ടോ. അതും എയർ ഫ്രയറിലാണ് അതിന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ് മൈദ, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് 2 മുട്ടയും കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വയ്ക്കുക. എന്നിട്ട് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ആ പച്ചമണം മാറുന്ന രീതിക്ക് കുറച്ച് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് തക്കാളിയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നേരത്തെ കുഴച്ച് വെച്ച മാവ് ഞാൻ 4 ബൗൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ടയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പരത്തി വെച്ച മാവിൻ്റെ നടുവിലായിട്ട് വേവിച്ച മസാല കുറച്ച് നടുക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട പകുതിയായിട്ടാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളെ മുട്ട മിക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ബോക്സ് കണക്കാക്കിയിട്ട് എടുക്കുക. ഞാൻ ഇതിപ്പോൾ 4 ഷേപ്പിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. ഫില്ല് ചെയ്ത് വെച്ച ബോൾസിലേക്ക് മുട്ടയുടെ മിക്സ് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എയർ ഫ്രൈ പാനിലെ ബേസിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ 4 ബോൾസും അതിലേക്ക് വെച്ച് കൊടുക്കുക. എയർ ഫ്രയറിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്തേക്കൂടെയുള്ള ഗ്ലാസ്സിൽ കൂടെ അത് ബേക്കായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പപ്സ് നല്ലോണം പൊങ്ങി വരുന്നത് നമുക്കിതിൽ കൂടി കാണാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുറത്തെടുത്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. നല്ല രീതിക്ക് തന്നെ ഇത് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.